അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അങ്ങ് അല്പം താമസിച്ച് പോയതുകൊണ്ടാണ് ഈ വിഷയം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. സംസ്ഥാനത്തുടനീളം ഒരു തരത്തിൽ ദുരൂഹമായ കൂടിച്ചേരലുകൾ നടക്കുകയാണ്. നമുക്കറിയാം, ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ അതിൽ നിന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് സലഫി എന്ന പ്രസ്ഥാനം, അത് നേതൃത്വം നൽകുന്ന വിസ്റ്റം എന്ന സംഘടന ഇവരെ സംസ്ഥാന തലത്തിൽ പലയിടത്തും ഇങ്ങനെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്. അവർക്ക് വേണ്ട എന്താണ് ആ ക്ലാസ്സുകളിൽ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ നിരന്തരം ഈ കൂട്ടായ്മകൾ വരികയാണ്. എങ്ങനെയാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്? നീലിമ, ഇത് വളരെ നിഷ്കളങ്കമായിട്ടൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ കൂടുമ്പോൾ അതിൽ വലിയൊരു തോതിൽ ഏതോ തരത്തിലുള്ള ജിഹാദി പ്രവർത്തനത്തിലുള്ള ആഹ്വാനം നടക്കുന്നു എന്ന തോന്നലുളവാക്കുന്ന തരത്തിൽ ഇത്തരം വാർത്തകൾ പടച്ചുവിടുക എന്നത് വളരെ കൃത്യമായി ഇസ്ലാമോഫോബിയ രാജ്യത്തുണ്ടാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളുടെ തോന്നലുകളാണ്. എന്തുകൊണ്ടെന്നാൽ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കീഴിലാണ് സലഫി സെന്ററുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കാറുള്ളത്. നാളിതുവരെ ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി നദ്വത്തുൽ മുജാഹിദിനെ സംബന്ധിച്ച് ശത്രുക്കൾ പോലും പറഞ്ഞു വരുന്നില്ല. സുന്നി പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മറ്റിതര മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അത്തരത്തിൽ ആരോപണങ്ങൾ, കടുത്ത നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ വളരെ പുരോഗമനാത്മകമായി ചിന്തിക്കുകയും മതത്തിനുള്ളിലെ തീവ്ര സ്വഭാവത്തെയും മതത്തിനുള്ളിലെ ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരള നദ്വത്തുൽ മുജാഹിദിനെ മറ്റിതര മുസ്ലിം സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി കാണേണ്ടത്. അപ്പോ അവർ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടേതായ ഭാഷയിൽ അവർക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ ഇത്രയും സംശയത്തോടു കൂടി കാണുക എന്ന് പറയുന്നത് തന്നെ തീവ്രമായിട്ടുള്ള അപരമത നിന്ദയുടെ ഭാഗമാണ്. ഹസ്കർ, ഞാൻ ഒന്ന് ഇടപെടുന്നത് കൊണ്ട് ക്ഷമിക്കുക. ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് ആരാണ് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ തീർച്ചയായും നമുക്കറിയാമല്ലോ, ഇന്റലിജൻസ് സംവിധാനങ്ങളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ വാർത്തകൾ നൽകുന്നത്. ബംഗ്ലാദേശികളടക്കം ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. റോഹിംഗ്യൻസ് ഉണ്ട്. അപ്പോൾ ആരാണ് പങ്കെടുക്കുന്നത് എന്നത് വലിയ വിഷയമല്ലേ? ഏതായാലും സലഫി എന്ന് പറയുന്ന പ്രസ്ഥാനം, വിസ്റ്റം എന്ന് പറയുന്ന സംസ്ഥാനം ഇവിടെ മതേതരത്വം കൊണ്ടുവരാനല്ലല്ലോ അവർ ആഗ്രഹിക്കുന്നത്. അവരും ഇസ്ലാമിക രാഷ്ട്രം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്ന ഒരു സംഘടന തന്നെയാണല്ലോ. അതിലൊന്നും തർക്കമില്ലല്ലോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അല്ല, അക്കാര്യത്തിൽ എനിക്ക് വലിയ തർക്കമുണ്ട് നീലിമ. അതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രസ്താവനയാണ്. കാരണം നദ്വത്തുൽ മുജാഹിദിന്റെ വക്താവൊന്നുമല്ല ഞാൻ. എന്നിരുന്നാൽ പോലും എനിക്കറിയാവുന്ന നദ്വത്തുൽ മുജാഹിദിൻ എന്ന് പറയുന്ന പ്രസ്ഥാനം, ഞാൻ മനസ്സിലാക്കുന്ന പ്രസ്ഥാനം ഒരു തരത്തിലും ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഇസ്ലാം മതത്തിനുള്ളിലെ അനാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് ആ പ്രസ്ഥാനത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തർക്കിക്കാൻ കാരണം. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെ കേരളത്തിലെ തൊഴിൽ വകുപ്പിന് വളരെ കൃത്യമായി കേരളത്തിൽ വന്നു പോകുന്ന മുഴുവൻ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ച് വിവരങ്ങളുണ്ട്. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ബംഗ്ലാദേശികൾ സംസ്ഥാനത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അവർ വ്യാജ ആധാർ കാർഡുകൾ മറ്റും നിർമ്മിച്ച് വ്യാജ ആധാർ കാർഡുകളുടെ പിൻബലത്തിൽ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള തൊഴിലാളികളായി ബംഗാളികളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ആ വസ്തുതകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ അടുത്ത കാലത്തും പെരുമ്പാവൂരും പരിസര പ്രദേശത്തു നിന്നും ഇത്തരത്തിൽ വ്യാജ നിർമ്മിതികളുമായി ബംഗ്ലാദേശികൾ വന്നവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ ഇടപെടലുകൾ നടത്താൻ പോലീസിന് കഴിയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഫലപ്രദമായി കേരളത്തിൽ ഉടനീളം എവിടൊക്കെ ബംഗ്ലാദേശികളുണ്ട് എന്ന് കണ്ടെത്താൻ നമുക്കറിയാലോ. ഒരു അന്താരാഷ്ട്ര കുറ്റവാളി വർക്കലയിൽ നിന്നാണ് ഈ അടുത്ത കാലത്ത് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. റെഡ് കോർണർ നോട്ടീസ് ഉണ്ടായിരുന്ന ആ അന്താരാഷ്ട്ര കുറ്റവാളിയെ മാസങ്ങളോളം കേരളത്തിൽ താമസിച്ചതിന് ശേഷമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്, അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോ അത്തരത്തിൽ നമുക്ക് കേരളത്തിലേക്ക് വരുന്ന മുഴുവൻ വിദേശികളെയും കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള സുസജ്ജമായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇന്ത്യ കടന്ന് മറ്റു സംസ്ഥാനങ്ങൾ കടന്നു വേണമല്ലോ ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരാൻ. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന ആളുകൾ അവരെ കടത്തിവിടുന്നു എന്നുള്ള ഒരു വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നം അക്കാര്യത്തിൽ നിലനിൽക്കും.
അതിർത്തി കടന്നാണല്ലോ ഈ ബംഗ്ലാദേശ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. കാസർഗോഡ് പടന്നക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഒരു ബംഗ്ലാദേശി ഭീകരൻ അറസ്റ്റിലായ വാർത്ത താങ്കൾക്കറിയാമല്ലോ. ഇവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഇയാൾക്ക് എതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇവിടെ അന്വേഷണ ഏജൻസികൾ പുറപ്പെടുവിച്ച ഒരു സാഹചര്യമുണ്ട്. 4.5 വർഷക്കാലത്തോളമാണ് ഈ ബംഗ്ലാദേശി ഭീകരൻ നമ്മുടെ കാസർഗോഡ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവിടെ കഴിഞ്ഞത്. അവസാനം ഇയാളൊന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ വന്ന് കയ്യോടെ ഈ ബംഗ്ലാദേശി ഭീകരനെ പിടിച്ചുകൊണ്ടുപോയ കഥ നമ്മൾ അറിയുന്നത്. ഇങ്ങനെ എത്രയോ പേരുണ്ട്. അയാളുടെ പേര് ഷാബ് ഷെയ്ഖ് എന്നാണ്. അയാൾ അസം പോലീസ് തിരയുന്ന ആളാണ്, ബംഗ്ലാദേശി ഭീകരനാണ്. മാത്രവുമല്ല, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇയാൾക്ക് പശ്ചിമ ബംഗാളിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് ഈ ഷാബ് ഷെയ്ഖ് എന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിയുന്നത്. ഇവിടെ ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവരിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമുണ്ട്. അവർ എന്തിനാണ് ഈ നാട്ടിലെത്തിയിരിക്കുന്നത്? അവർ കൂലിത്തൊഴിലാളികൾ മാത്രമായി ഇവിടെ പണിയെടുക്കുന്നു എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ജോലി ചെയ്യാറുണ്ട്. മലയാളികളുടെ ജീവിതം എന്ന് പറയുന്നത് പ്രവാസ ജീവിതമാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി മലയാളിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രവാസ ജീവിതമാണ്. അപ്പൊ സ്വാഭാവികമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പല തരത്തിൽ മലയാളികൾ ചെന്നെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ മലയാളികൾ ചെന്നെത്തപ്പെടാത്ത ഒരു നാടും ലോകത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ ഇപ്പൊ കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ജോലി തേടി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ അവിടെ കേരളത്തിന് മാത്രമായി ഫലപ്രദമായി ചെയ്യും. ഇന്ത്യയിൽ ഒരു ഇന്റലിജൻസ് ഏജൻസി ഉണ്ടല്ലോ, ഇന്റലിജൻസ് ബ്യൂറോ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? 4.5 കൊല്ലം ഈ പറയുന്ന ഭീകരൻ കേരളത്തിൽ വന്നിട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ പണി എന്തായിരുന്നു? ഇന്റലിജൻസ് ബ്യൂറോയെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഇന്റലിജൻസിനില്ലേ? സ്റ്റേറ്റ് ഇന്റലിജൻസ് അല്ലേ ഇവിടെയുള്ള ഓരോ മേഖലകളിലും ഓരോ മുക്കിലും മൂലയിലും പരിശോധന നടത്തേണ്ടത് സ്റ്റേറ്റ് ഇന്റലിജൻസ് അല്ലേ? അങ്ങനെയല്ലേ ഒരു ഫെഡറൽ വ്യവസ്ഥിതിയിൽ അന്വേഷണ സംഘങ്ങൾ ഓരോ കാര്യങ്ങളിൽ കണ്ടെത്തി നിഗമനങ്ങളിൽ എത്തുന്നതും പ്രതികളെ പിടിക്കുന്നതും? ഇപ്പൊ നീലിമയ്ക്ക് ഈ ഇന്റലിജൻസ് വിവരങ്ങൾ പരസ്പരം കൈമാറുന്ന സമയത്ത് നീലിമയ്ക്കും ജനം ടിവിക്കും അതുപോലെ സംഘപരിവാറിനും ഒക്കെ ഫെഡറലിസത്തെ കുറിച്ച് വാദോരാതെ പറയാം. കേരളം എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഫെഡറലിസം ഇല്ല. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രശാന്ത് മറുപടി പറയും എന്നാണ് എന്റെ പ്രതീക്ഷ. ശരി, നമ്മൾ ഉയർത്തുന്ന ഒരു വിഷയത്തിലേക്ക് വരൂ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം ഇവിടെ ഉറങ്ങുകയാണോ? ഇത്തരത്തിൽ വലിയ വലിയ കൂട്ടായ്മകൾ, ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് ഏറ്റവും ഒടുവിൽ ഈ കൂട്ടായ്മ നടന്നിട്ടുള്ളത്. ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് എന്തെങ്കിലും ബോധ്യം ഇവിടുത്തെ സംസ്ഥാന പോലീസിനുണ്ടോ? പക്ഷേ ഐബിക്ക് വളരെ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം വാർത്തകളായി വരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തകൾ മുക്കുമ്പോൾ ഇത് ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെയാണ് ജനം ടി വി ഈ വിഷയം ഏറ്റെടുക്കുന്നതും ജനസമക്ഷം ഈ വിഷയം മുന്നോട്ട് വെക്കുന്നതും. നമുക്ക് കൃത്യമായ ഇൻപുട്ടുണ്ട് അതിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചൊക്കെ. അതുകൊണ്ടുകൂടിയാണ് ഈ ചർച്ച. കേരളം ഭയക്കണമെന്ന അടിക്കുറിപ്പോടുകൂടി ഈ ചർച്ച ഞങ്ങൾ തുടങ്ങി വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ല നീലിമ, ഇതില് കേരളം ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളോ ഈ അപരമത വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളൊക്കെ തന്നെ കേരളീയർക്കറിയാം എങ്ങനെയൊക്കെ നിർത്തണമെന്നും ഏത് വിരൽത്തുമ്പിൽ അകറ്റി നിർത്തണമെന്നൊക്കെ അറിയാം. നിങ്ങളിങ്ങനെ കുറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ മുസ്ലിം മത ഭീകരവാദം കേരളത്തിൽ ഇങ്ങനെ അടിഞ്ഞാടിക്കൊണ്ടേയിരിക്കുന്നു. എവിടെ ആള് കൂടിയാലും ആ ആൾക്കൂട്ടങ്ങളെല്ലാം ജിഹാദി പ്രവർത്തനത്തിന് IS എന്ന തീവ്രവാദ ഭീകര സംഘടനയിലേക്ക് ഈ രാജ്യത്ത് നിന്നും പോയവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഏത് ജില്ലയിൽ നിന്നാണ്? നിങ്ങൾ കേരള സ്റ്റോറി അതിന് മറുപടി പറയൂ. നമ്മൾ കേരളം ഭയക്കണമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ജനം ടി വി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, IS-ലേക്ക് ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ്? എത്ര പേർ പോയി IS-ലേക്ക്? കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ബി എൻ ഹസ്കർ, കേരളത്തിൽ നിന്ന് IS-ലേക്ക് പോയതിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ UP-യിൽ നിന്ന് പോയിട്ടുണ്ട്. അവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. നിങ്ങളുടെ മുന്നിൽ മറ്റേത് സംസ്ഥാനത്തിൽ നിന്നല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. കാസർഗോഡ് നിന്നാണ് 21 പേർ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്.